ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഒരു ഹ്യൂമിഡിഫയറിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് നമ്മുടെ റൂമിലെയും ഓഫീസിലെയും എല്ലാം ഹ്യൂമിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ചെറിയ പ്രൊഡക്റ്റാണിത്. ഹ്യൂമിഡിറ്റി കുറയുന്നത് കാരണം ചില ആളുകൾക്ക് സ്കിന്ന് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇത്തരത്തിലുള്ള ചെറിയൊരു ബോക്സിലാണ് നമ്മുടെ ഹ്യൂമിഡിഫയർ വന്നിട്ടുള്ളത്. ഈ ഒരു ബോക്സിൻ്റെ മുകളിലായിട്ട് ഹ്യൂമിഡിഫയറിൻ്റെ ഫോട്ടോ എല്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ബോക്സിൻ്റെ ഇഭാഗത്ത് ഹ്യൂമിഡിഫയറിൻ്റെ സ്പെസിഫിക്കേഷൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പവർ റേറ്റിംഗ് 4.5 വാട്ട്സ് ആണെന്നും അതുപോലെ അതിൻ്റെ ഇൻപുട്ട് 5 വോൾട്ടും 2 ആംപിയർ ആണെന്നെല്ലാം ഉള്ള കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു കവറിനകത്താണ് നമ്മൾ ഈ ഒരു ഹ്യൂമിഡിഫയർ വരുന്നത്. ഈ ഒരു ബോക്സിനകത്ത് ഈ ഒരു ഹ്യൂമിഡിഫയറിൻ്റെ ഒരു യൂസർ മാനുവൽ നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചൈനീസ് ഭാഷയിലും ഇംഗ്ലീഷിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡയഗ്രാംസ്, അതുപോലെ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ്, പ്രൊഡക്റ്റ് കണ്ടൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റിൻ്റെ പ്രധാനപ്പെട്ട പാർട്സുകളും അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പ്രവർത്തനം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂസർ മാനുവലിൽ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഹ്യൂമിഡിഫയർ. ഈ ഒരു ഹ്യൂമിഡിഫയറിൻ്റെ മുൻവശത്തായിട്ട് 2 സ്വിച്ചുകൾ നൽകിയിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ഒരു സണ്ണിൻ്റെ അല്ലെങ്കിൽ ഒരു ലൈറ്റിൻ്റെ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരെണ്ണത്തിൽ ഒരു ഹ്യൂമിഡിറ്റിയുടെ സിമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ബ്ലോവർ ഫാനിൻ്റെ അടിഭാഗമാണ് കാണുന്നത്. കണ്ടില്ല, ഒരു എയർ വെൻ്റാണ് അവിടെ കാണുന്നത്. ഈ ഒരു സ്റ്റിക്കറിൽ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഗ്രൂ കാണാൻ കഴിയും. മാത്രമല്ല താഴെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലും ഒരു ഗ്രൂ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാക്സിമം ലൈൻ എന്ന് കാണാൻ കഴിയും. ഇത് LED ബൾബാണ് ഒരു സ്ട്രിപ്പ് പോലെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ അറ്റോമൈസർ പോലെ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ട് ഉള്ളത്, വെള്ളത്തിനെ സ്പ്രേ ചെയ്യിക്കുന്ന. അതുപോലെ തന്നെ ഇഭാഗത്താണ് നമ്മുടെ ഈ ഒരു ബ്ലോവർ ഫാനിൽ നിന്നുള്ള എയർ വരുന്ന എയർ വെൻറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പോലെയുള്ള സെറ്റപ്പാണ്. ഇവിടെ C പോർട്ടാണ് നൽകിയിരിക്കുന്നത്. കാരണം ഇതിലോട്ട് പവർ ഇൻപുട്ട് നൽകാനുള്ള ഒരു ചെറിയ C പോർട്ടാണ് അവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റിലുള്ളത്. നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. എന്നാലേ ഇതിൻ്റെ പൂർണ്ണമായ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഹ്യൂമിഡിഫയറിൻ്റെ ട്രേ പോലെയുള്ള ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു മാക്സ് ലൈൻ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ആ ഒരു ലൈന് വരെ വെള്ളം ഇതിലോട്ട് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ മാക്സിമം ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഹ്യൂമിഡിഫയറിലോട്ട് പവർ ഇൻപുട്ടായിട്ട് നൽകുന്നത് C പോർട്ടിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു C പോർട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ചാർജറാണ് ഇതിലോട്ട് പവർ നൽകാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഞാൻ എൻ്റെ റെഡ്മി ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഹ്യൂമിഡിഫയർ വർക്ക് ചെയ്യിച്ച് നോക്കാൻ പോകുന്നത്. നമ്മുടെ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഹ്യൂമിഡിഫയറിലോട്ട് നമ്മൾ പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലുള്ള ആദ്യത്തെ ബട്ടൺ അമർത്തുമ്പോൾ നമ്മുടെ ഹ്യൂമിഡിഫയർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്വിച്ച് അമർത്തുമ്പോൾ അതിൻ്റെ മുകളിൽ നൽകിയിരിക്കുന്ന LED ബ്ലിങ്ക് ആവുകയാണ് ചെയ്യുന്നത്. ബ്ലിങ്ക് ആവല്ല, തെളിഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അമർത്തുമ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നെസ് കൂടുന്നു, വീണ്ടും അമർത്തുമ്പോൾ അത് ഓഫായി പോകുന്നു. അപ്പോൾ അത്തരത്തിലാണ് അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളം തിളച്ച് മറിയാണെന്ന്. ഒരു കാരണവശാലും വെള്ളത്തിന് നമ്മളെ കൈ പൊള്ളുന്ന തരത്തിലുള്ള ചൂടൊന്നുമില്ല. നമുക്ക് വിരൽ അതിൽ മുക്കി വെച്ചാലും കൈ പൊള്ളില്ല. അപ്പോൾ അതിങ്ങനെ കാണുമ്പോഴേ നമുക്കങ്ങനെ തോന്നുള്ളൂ. ഒരു ചെറിയ രീതിയിൽ അറ്റോമൈസർ പോലെ ഒരു വർക്കിംഗ് ആണ് അത് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഹ്യൂമിഡിഫയറിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ടോപ്പ് പോർഷൻ ഇതിലോട്ട് ഘടിപ്പിക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അയ്യവ, എന്ത് ഭംഗിയാണിപ്പോൾ. ഓക്കെ, ആ ഒരു 3 ലൈനുകളും മുകളിലുള്ള ആ ഒരു ലൈനുകളും മാത്രം ഇപ്പോൾ തെളിഞ്ഞ് കാണുന്നുള്ളൂ. നമ്മളിപ്പോൾ നമ്മുടെ ഹ്യൂമിഡിഫയറിൻ്റെ LED ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയിലാണ് ഇപ്പോൾ ഈ ഒരു ഹ്യൂമിഡിഫയർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
കണ്ടില്ലേ, ഇപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് വീണ്ടും കൂടിയിട്ടുണ്ട്. 2 തവണ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂടുന്നുണ്ട്. 3ാമത് പ്രസ് ചെയ്യുമ്പോൾ LED ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇത് ഇരുട്ടുള്ള റൂമിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു തീ കത്തുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും. വളരെ ഭംഗിയേറിയിട്ടുള്ള ഒരു ഹ്യൂമിഡിഫയർ ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. ഒരു വാം ഫീലിംഗ് നമുക്ക് തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കാഴ്ചയിൽ തന്നെ ഒരു തീ കത്തുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും.